ഇനി നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പൂരിയാണ്. അതിനാദ്യമേ തന്നെ ഒരു വലിയ പാത്രം എടുക്കാം. അതിലേക്ക് 4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് പാകത്തിന് ഉപ്പും ചേർക്കുക. ഈ പൊടിയിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചാൽ പൂരിക്ക് നല്ല മയം കിട്ടും. ഇനി കുഴച്ചിട്ട് 4 കപ്പ് പൊടിക്ക് വേണ്ടി 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കുഴച്ചെടുത്തതാണ് ഇവിടെ കാണുന്നത്. രുചിക്ക് വേണ്ടി വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ആവശ്യമില്ലാത്തവർക്ക് അത് ഉപേക്ഷിക്കാം. പൂരിക്ക് പരത്തി വെച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അധികം വലിപ്പം വേണ്ട, പക്ഷേ അല്പം കട്ടി വേണം. ചപ്പാത്തിയുടെ അത്രയും തിന്നാവരുത്. പരത്തി വെച്ചിരിക്കുന്ന പൂരി നമുക്ക് എണ്ണയിലിട്ട് ഓരോന്നായി വറുത്തെടുക്കാം. സാധാരണ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ പൂരി വറക്കുന്നത്. ഇനി എണ്ണ വല്ലാണ്ട് ചൂടായി കാണുമ്പോൾ ഫ്ലെയിം കുറയ്ക്കേണ്ടതാണ്.